Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Subha by Rabindranath Tagore, VSc Humanities and other BA programs, third semester, Calcutta University. Rabindranath Tagore, a multifaceted genius, Tagore was a renowned writer and his contribution to art and literature had a profound impact on the social, political and cultural life in India. ടാഗോർ ഒരു മൾട്ടിഫെസറ്റഡ് ജീനിയസാണ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ബംഗാളി റൈറ്ററാണ്. അതുപോലെ ആർട്ടിലും ലിറ്ററേച്ചറിലും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ടാഗോർ. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആർട്ടിലും ലിറ്ററേച്ചറിലൊക്കെ ഉള്ള കോൺട്രിബ്യൂഷൻസ്. ഇൻ 1913 Tagore won the Nobel Prize in Literature for his collection of poems, Geetanjali. അപ്പോൾ 1913 അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് ലിറ്ററേച്ചറിൽ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോംസ് ആണ് ഗീതാഞ്ജലി. Summary of Subha. It is a short story delves into the themes of loneliness and lack of opportunities for women who are both auditory and speech impaired. സുബ എന്ന് പറയുന്നത് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ലോൺലിനെസ് ആണ് ഇതിലെ മെയിൻ തീമായിട്ട് വരുന്നത്. ഒരു ഡിസാബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന ഏകാന്തത, ഒരു ഡിസാബിൾഡ്, അതായത് ഓഡിറ്ററി ആൻഡ് സ്പീച്ച് ഇമ്പയർഡ് ആണ്. അതായത് കേൾവിയില്ല, സംസാരിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളാണ്. അതുപോലെ സമൂഹം എങ്ങനെ അങ്ങനെയുള്ള ഒരു കുട്ടിയെ നോക്കിക്കാണുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ തീമായിട്ട് വരുന്നത്. Subha centers on Subhashini, a deaf-mute girl in Bengali village, whose inability to speak leads to profound loneliness and societal misunderstanding, despite her deep connection with nature and her beloved pet goat. അപ്പോൾ സുബ എന്ന് പറയുന്നത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫുൾ നെയിമാണ് സുഭാഷിണി എന്ന് പറയുന്നത്. അവളൊരു ഡഫ് മ്യൂട്ട് ഗേളാണ്. കേൾക്കാൻ കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല. ഒരു ബംഗാളി വില്ലേജിലാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ ഈ ഒരു ഇനബിലിറ്റി ടു സ്പീക്ക്, അതായത് സംസാരിക്കാൻ കഴിയാത്തത് അവളെ ലോൺലിനെസ്സിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് അവളൊരു ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. അതായത് സമൂഹം അവളെ നോക്കിക്കാണുന്നത് ഈ ഒരു സംസാരിക്കാൻ കഴിയാത്തൊരു കുട്ടി എന്ന നിലയിൽ അവൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല, അവൾ ഫാമിലിയിലൊരു ഷെയിമാണ്, ഒരു ബേർഡനാണ്, അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവളൊരു ലോൺലിനെസ്സിലേക്ക് അവളെ തള്ളിവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മനുഷ്യരെക്കാൾ അവൾക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത്, ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നത് പ്രകൃതിയുമായിട്ടായിരുന്നു. അതുപോലെ ഒരു ഗോട്ട്, അവളുടെ ഒരു ബിലവഡ് ഗോട്ട്, ഒരു ആടുണ്ടായിരുന്നു, അതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു. ഇവരുമായിട്ടൊക്കെയാണ് അവൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഫ്രം ദ സ്റ്റാർട്ട് we learn that Subha's parents consider her a source of shame and burden because she was born unable to speak. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, സുബയുടെ പാരൻസ് അവളെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു ഷെയിമായിട്ടായിരുന്നു, ഒരു നാണക്കേടിൻ്റെ പ്രതീകമായിട്ടായിരുന്നു. അതുപോലെ അവളൊരു ഭാരമായിട്ടായിരുന്നു. കാരണം അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ കുടുംബത്തിനൊരു ഭാരമാകുമോ എന്നുള്ളൊരു പേടി പാരൻസിനുണ്ടായിരുന്നു. അതായത് അവളെ കല്യാണം കഴിക്കാൻ ആളുകൾ വരില്ല, അവളെ കൊണ്ടുപോകില്ല, അങ്ങനെയുള്ളൊരു ഷെയിം അവർക്കുണ്ടായിരുന്നു. They have married off her two older sisters without any issues, but Subha's condition makes her a silent, lonely child. അപ്പോൾ അവളുടെ ബാക്കി രണ്ട് സിസ്റ്റേഴ്സിനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ചു വിട്ടു. പക്ഷേ സുബയുടെ കണ്ടീഷൻ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. അത് അവളെ ഒരു സൈലൻ്റാക്കി മാറ്റി, ലോൺലി ചൈൽഡാക്കി മാറ്റി. ഒരു ലോൺലിനെസ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഷീ ഫൈൻഡ്സ് കമ്പാനിയൻഷിപ്പ് നോട്ട് ഇൻ പീപ്പിൾ ബട്ട് ഇൻ ദ നാച്ചുറൽ വേൾഡ് അറൗണ്ട് ഹർ. അപ്പോൾ അവൾ കൂട്ടുകൂടിയിരുന്നത് മനുഷ്യരുമായിട്ടായിരുന്നില്ല, അവളുടെ ചുറ്റുമുള്ള പ്രകൃതിയുമായിട്ടായിരുന്നു. സുഭാസ് ഹോം ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് സ്മോൾ റിവർ ഇൻ എ വില്ലേജ് കോൾ ചാണ്ടിപ്പൂർ. അപ്പോൾ ചാണ്ടിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ വീട് അവിടെയാണ്. അവിടെ എന്തുണ്ട്, ഒരു സ്മോൾ റിവർ ഉണ്ട്, അതിൻ്റെ തീരത്താണ് അവളുടെ വീട്. Here her life is filled with the sounds of nature which she understands far better than human speech. ഇവിടെ അവൾക്ക് പ്രകൃതിയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. അവൾ മനസ്സിലാക്കിയത് മനുഷ്യരുടെ
സംസാരത്തിനേക്കാൾ കൂടുതൽ ബെറ്ററായിട്ടുള്ളത് പ്രകൃതിയുടെ സൗണ്ടാണ്. ഷി ഹാസ് 2 ലോയൽ ആനിമൽ കമ്പാനിയൻസ്, എ കൗ നെയ്മഡ് സർബാഷി ആൻഡ് എ ഗോട്ട് നെയ്മഡ് പാങ്കുലി. അപ്പോൾ അവൾക്ക് 2 അനിമൽ കമ്പാനിയൻസ് ഉണ്ട്, അതായത് മൃഗങ്ങൾ 2 ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു ഗോട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പങ്കൂലി. അതുപോലെ അവൾക്കൊരു കൗ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് സർബാഷി. These animals understand her silent emotions and expressions without needing words. അപ്പോൾ ഈ ആനിമൽസിന് ഒക്കെ അവളുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസ്, അവളുടെ വിഷമങ്ങളൊക്കെ വേർഡ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു ആനിമൽസിന് അവളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. She also finds a solace in the river itself, which she imagines as a kind, caring being that speaks to her through its flowing water. അപ്പോൾ അവൾ പിന്നീട് ആശ്വാസം കണ്ടെത്തിയിരുന്നത് ആ പുഴയിലായിരുന്നു. അവൾ പുഴേനെ ഒരു വളരെ കൈൻഡായിട്ടുള്ള, ദയയുള്ള, കെയറിങ് ആയിട്ടുള്ള ഒരു ബീയിങ് ആയിട്ടാണ്, ഒരു ജീവനുള്ള ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നത് അവൾ അതിനെ കൺസിഡർ ചെയ്തിരുന്നത്, പുഴ ഒഴുകുന്നത് അവളോട് സംസാരിക്കുന്നതായിട്ടായിരുന്നു, ആ ഒരു ഫ്ലോയിങ് വാട്ടർ. The trees, the sky and the quiet sounds of the village all become her close friends. അതുപോലെ തന്നെയാണ് അവിടുത്തെ മരങ്ങൾ, ആകാശം, ആ ഒരു വില്ലേജിൻ്റെ ക്വയറ്റ് സൗണ്ട്, ഇതൊക്കെ അവളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. They don't judge her or demand that she speak. They simply accept her as she is. പക്ഷെ അവരൊന്നും, പ്രകൃതിയെ ഒരിക്കലും ജഡ്ജ് ചെയ്തിട്ടില്ല, അവളോട് ഒരിക്കലും സംസാരിക്കാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല. അവളെന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. This connection with nature is a stark contrast to her relationship with humans, where she is often met with pity and neglect. അപ്പോൾ അവളുടെ ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. മനുഷ്യരെപ്പോഴും അവളെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്, അവഗണിക്കുകയാണ് ചെയ്തിരുന്നത്, അവളെ ലോൺലിനെസ്സിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിരുന്നത്. ആ സുബ ഗ്രോസ് ഓൾഡർ, ഹെർ പാരൻസ് ബിക്കം ഇൻക്രീസിംഗ്ലി ആങ്സസ് അബൌട്ട് ഹെർ ഫ്യൂച്ചർ. അങ്ങനെ സുബ വളർന്നു, അവളുടെ പാരൻസിന് ആങ്സൈറ്റി കൂടിക്കൊണ്ടിരുന്നു അവളുടെ ഭാവിയെക്കുറിച്ചിട്ട് ഓർത്തിട്ട്. ദ ഫിയർ നോ വൺ വിൽ എവർ മാരി ഹെർ ആൻഡ് ദാറ്റ് ഷീ വിൽ ബി എ ബേർഡൻ ഫോർ ലൈഫ്. അപ്പോൾ അവർക്ക് പേടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, സുബനെ കല്യാണം കഴിക്കാൻ ആരും വരില്ല. കാരണം എന്താണ്, അവൾക്ക് ഇനാബിലിറ്റി ടു സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് അവൾ ഒരു കുടുംബത്തിന് ഒരു ഭാരമായി തീരുമോ, അവളൊരു ഷെയിമായി മാറുമോ എന്ന് പേടിയുണ്ടായിരുന്നു പാരൻസിന്. എ യങ് മാൻ നെയ്മഡ് പ്രതാപ് who spent his days fishing by the river is one of the few people who genuinely befriend Subha. ഒരു യങ് മാൻ ഉണ്ടായിരുന്നു, പ്രതാപ് എന്നായിരുന്നു പേര്. അവന് പുഴയിൽ മീൻ പിടിക്കാൻ വരുമായിരുന്നു. അവൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു സുബയുടെ. He sees her as a quiet companion and is unbothered by her inability to speak. അവൻ നല്ലൊരു കമ്പാനിയൻ ആയിരുന്നു അവൾക്ക്. അവനൊരിക്കലും അവളെ ജഡ്ജ് ചെയ്യുമായിരുന്നില്ല, അവളോട് സംസാരിക്കാൻ ഡിമാൻഡ് ചെയ്യുമായിരുന്നില്ല. അവളുടെ ആ ഒരു ഇനാബിലിറ്റി ടു സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പോലും അവൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പ്രതാപ് ട്രീറ്റ്സ് ഹർ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് കൈൻഡ്നസ്, ഓഫറിങ് ഹർ എ സെൻസ് ഓഫ് നോർമൽസി ഷി റയർലി എക്സ്പീരിയൻസസ്. അവൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു പ്രതാപിൻ്റെ അടുത്തു നിന്നുണ്ടായിരുന്നത്. അവൻ വളരെ കൈൻഡായിട്ട്, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഹിസ് ഫ്രണ്ട്ഷിപ്പ് ഓഫേഴ്സ് എ ബ്രീഫ് മൊമെൻറ്റ് ഓഫ് ജോയ് ആൻഡ് ആക്സെപ്റ്റൻസ് ഫോർ സുബ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് അവൾക്കൊരു സന്തോഷം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ഹവെവർ ദിസ് ഹോപ്പ് ഈസ് ക്വിക്ക്ലി ഷാറ്റേർഡ്. പക്ഷേ ആ സന്തോഷം അധികം നേരം നിന്നില്ല, അത് പെട്ടെന്ന് തകർന്നു. സുബാസ് പാരൻസ് ഇൻ ദെയർ ഡെസ്പറേഷൻ ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഗ്രോം ഇൻ കൽക്കട്ട. അപ്പോൾ സുബയുടെ പാരൻസ് എന്ത് ചെയ്തു, അവൾക്കൊരു വരനെ കണ്ടെത്തി കൽക്കട്ടയിൽ നിന്ന്. ദ ഫാമിലി അഗ്രീസ് ടു ദ മാരേജ് വിത്തൗട്ട് നോയിങ് സുബാസ് കണ്ടീഷൻ. അപ്പോൾ സുബയുടെ കണ്ടീഷനൊന്നും നോക്കാതെ, അവളോടൊന്നും ഒരു വാക്ക് ചോദിക്കാതെ ഈ ഒരു മാരേജ് അവർ ഫിക്സ് ചെയ്തു. The story takes a heart-wrenching turn as Subha's family prepares to leave Chandipur. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഇനിയൊരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സുബയുടെ ഫാമിലി സുബനെയും കൊണ്ട് ചാണ്ടിപ്പൂറിന്ന് ലീവ് ചെയ്യാണ്. Subha is heartbroken at the thought of leaving her beloved river, her animal friends and the silent world that has been her only sanctuary. അപ്പോൾ സുബയുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. അവളെല്ലാവരെയും വിട്ടു പോവുകയാണ്. അവളുടെ ബിലവഡ് ആയിട്ടുള്ള റിവർ, അവളുടെ ഇഷ്ടപ്പെട്ട പുഴ, ആനിമൽ ഫ്രണ്ട്സ്,
അതുപോലെ അവളുടെ ആ ഒരു സൈലൻറ്റ് വേൾഡ്, അവളുടെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ലോകം, അവളുടെ ഒരു ഇടം, അത് ഉപേക്ഷിച്ച് അവൾ പോവുകയാണ്. On the day she is to leave, Subha tries one last time to communicate with her mother, clinging to her in silent agony and begging her not to go. അപ്പോൾ അവർ ലീവ് ചെയ്യുന്ന ആ ഒരു ദിവസം, അവരവിടുന്ന് പോകുന്ന ദിവസം സുബ അമ്മനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മനെ മുറുകെ പിടിച്ചുകൊണ്ട് സൈലൻ്റായിട്ട്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവളുടെ ആ ഒരു ഇമോഷൻ സൈലൻ്റായിട്ട്, ആ ഒരു വേദന, അവളുടെ ഉള്ളിലുള്ള വേദന എക്സ്പ്രസ് ചെയ്യാൻ മാർഗങ്ങളില്ല. അവൾ ബെഗ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നോട്ട് ടു ഗോ, പോവരുതെന്ന് പറയുന്നുണ്ട്. ബട്ട് ഹർ മദർ preoccupied and stressed pushes her away. പക്ഷെ അമ്മ വളരെയധികം ടെൻസ്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അവിടുന്ന് തള്ളി മാറ്റി. സുബാസ് പെയിൻ ഈസ് ഓഫ് പ്രൊഫൗണ്ട് ദാറ്റ് ഷീ ഫിസിക്കലി ക്യാനോട്ട് മേക്ക് എ സൗണ്ട്. സുബയുടെ പെയിൻ, വേദന എന്ന് പറയുന്നത് വളരെയധികം വളരെ കൂടുതലായിരുന്നു. കാരണം അവൾക്കത് ഫിസിക്കലി അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കരഞ്ഞു കൂവി വിളിച്ചൊന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. She looks at her mother with tender eyes and a silent heart, and her tears become a voiceless language of her despair. അപ്പോൾ അവൾ അമ്മയെ നോക്കി വളരെ ദയനീയ അവസ്ഥയിൽ അവൾ അമ്മയെ നോക്കുകയാണ്. ഹാർട്ടൊക്കെ സൈലൻ്റാണ്. അവളുടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണ്ണുനീര് എന്ന് പറയുന്നത് ഒരു വോയിസ്ലെസ് ലാംഗ്വേജ് ആയിരുന്നു. അവളുടെ ഒരു നിരാശ കാണിക്കുന്ന, അവളുടെ ഒരു വിഷമം കാണിക്കുന്ന ഒരു വോയിസ്ലെസ്, സംസാരിക്കാൻ കഴിയാത്ത ഒരു ഭാഷയായിരുന്നു കണ്ണുനീര്. ജസ്റ്റേഴ്സിലൂടെയാണ് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഷീ നോസ് ഷീ ഈസ് ബീങ് സോൾഡ് നോട്ട് ഫോർ ഹർ ഓൺ വാല്യൂ ബട്ട് ടു സേവ് ഹർ ഫാമിലി ഫ്രം സോഷ്യൽ ഡിസ്ഗ്രേസ്. അവൾക്കറിയാം അവളെ വിറ്റു എന്നുള്ളത്. അവളുടെ മൂല്യങ്ങൾ, അവളുടെ വാല്യൂ അല്ല കൊടുത്തിട്ടുള്ളത്. അവളുടെ ഫാമിലിയെ ഈ ഒരു സമൂഹത്തിൻ്റെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ വിറ്റിരിക്കുന്നത്. അല്ലാതെ അവളുടെ മൂല്യം കണ്ടിട്ടല്ല അവളെ കല്യാണം കഴിക്കുന്നത്. ദ സ്റ്റോറി എൻഡ്സ് ഓൺ എ ട്രാജിക് നോട്ട് വിത്ത് സുബാസ് സൈലൻറ്റ് ഗ്രീഫ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് ഡിസ്മിസ്ഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു ട്രാജിക് എൻഡിലൂടെയാണ് അത് അവസാനിക്കുന്നത്. നമ്മുടെ സുബയുടെ സൈലൻറ്റ് ഗ്രീഫ് ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. She is taken away from everything she has ever known and loved into a new world where she will be expected to fit into a role she is not prepared for, all while being judged for the one thing she cannot change, her inability to speak. അപ്പോൾ അവളിൽ നിന്നെല്ലാം പറിച്ചെടുത്ത് അവളൊരു പുതിയ ലോകത്തേക്ക് പോവുകയാണ്. അവളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു സൈലൻറ്റ് വേൾഡിൽ നിന്ന് അവൾ പ്രിപ്പയർ അല്ലാത്ത ഒരു അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അവൾ പോകുന്നത്. അവിടെ അവളെ ജഡ്ജ് ചെയ്യപ്പെടും. അവളുടെ ആ ഒരു ഇനബിലിറ്റി ടു സ്പീക്ക് അതിനെ ജഡ്ജ് ചെയ്യപ്പെടും. The story is a powerful critique of societal norms that prioritize conformity over human dignity and empathy. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു പവർഫുൾ ആയിട്ടുള്ള ക്രിട്ടിക്കാണ്. അതായത് സമൂഹത്തിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ മനുഷ്യൻ്റെ മൂല്യത്തിനേക്കാൾ മുകളിലാണ്. അതിനെ വിമർശിക്കുകയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ മാനക്കേടുണ്ടാകും എന്നുള്ള ആ ഒരു കാരണത്താൽ തൻ്റെ ഡഫ് ആൻഡ് ഡംബായിട്ടുള്ള തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന പാരൻസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ മനുഷ്യ മൂല്യങ്ങളെക്കാൾ കൂടുതൽ സൊസൈറ്റിയൽ നോംസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ സ്ട്രഗിൾസ് ഓഫ് ദോസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ദ ഡീപ്പ് ലോൺലിനെസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം എ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ലോൺലിനെസ്, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഏകാന്തത, ഇതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന്, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലോൺലിനെസ്